അലിസൺ ഗോൾഡ് സൂക്കിന്റെ 1ാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിദഗ്ധരായ പാചകക്കാരുടെ സേവനത്തിൽ ബ്രോസ്റ്റ്, ഷവർമ, അൽഫാം, തന്തൂരി ചിക്കൻ. ഷറഫിയ വെജിറ്റേറിയൻ വണ്ടൂരിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു. തട്ടിൽ കുട്ടി ദോശ. ഷറഫിയ റെസ്റ്റോറന്റ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വണ്ടൂരിലെ ബ്രാംകോ അലൂമിനിയം ഫാക്ടറിക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുവദിച്ച ലൈസൻസ് റദ്ദ് ചെയ്യാൻ തീരുമാനം. ശനിയാഴ്ച ചേർന്ന പ്രത്യേക പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. പഞ്ചായത്ത് ഭരണ നേതൃത്വവും സെക്രട്ടറിയും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നേരത്തെ പഞ്ചായത്ത് സ്ഥാപനത്തിന്റെ D&O ലൈസൻസ് പുതുക്കി നൽകുവാൻ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ സ്ഥാപനയുടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെ 1 മാസത്തിനകം ലൈസൻസ് നൽകുവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 31-ന് പഞ്ചായത്ത് സെക്രട്ടറി ലൈസൻസ് പുതുക്കി നൽകി. എന്നാൽ തങ്ങളോട് ആലോചിക്കാതെയാണ് സെക്രട്ടറി ലൈസൻസ് പുതുക്കി നൽകിയതെന്ന് ആരോപിച്ച് ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തിയതോടെയാണ് ശനിയാഴ്ച പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ഇരു മുന്നണികളിലെയും അംഗങ്ങൾ രൂക്ഷ വിമർശനമാണ് സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചത്. സെക്രട്ടറിക്കെതിരെ ഉന്നതോദ്യോഗസ്ഥർക്ക് പരാതി നൽകണമെന്ന് LDF ആവശ്യപ്പെട്ടു. എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നും ലൈസൻസ് നൽകിയില്ലെങ്കിൽ കോടതിയലക്ഷ്യത്തിന് താൻ നടപടി നേരിടേണ്ടി വരുമെന്നും സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞു. എന്നാൽ സെക്രട്ടറി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പഞ്ചായത്തിന്റെ പിടിപ്പുകേട് മൂലമാണ് കമ്പനിക്ക് അനുകൂലമായ കോടതി ഉത്തരവുണ്ടായതെന്നും ആരോപിച്ച് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യോഗം അവസാനിച്ചു. എന്നാൽ നാട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനോ മലിനീകരണം ശാസ്ത്രീയമായി തെളിയിക്കാനോ ഉള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്ന് LDF അംഗങ്ങളായ P സതീശനും K പ്രഭാകരനും ആരോപിച്ചു. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് പൂട്ടാ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അവിടെ നമ്മൾ ശാസ്ത്രീയമായി പരിശോധിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ആ ശാസ്ത്രീയമായ റിപ്പോർട്ടുകൾ കോടതിയിൽ ഒരു കാര്യം വന്നപ്പോൾ അത് മറച്ചു വെച്ചു എന്ന് മാത്രമല്ല കോടതിയിൽ നിന്ന് ഇപ്പൊ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം കിട്ടി. ആ ലൈസൻസ് വീണ്ടും അവർക്ക് കൊടുക്കുമ്പോൾ ഈ ഭരണസമിതി അംഗങ്ങളെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല അറിയിച്ചില്ല എന്ന് പുതിയ പ്രസിഡന്റ് കളവ് പറയുകയാണ് എന്നുള്ളത് ഇന്നലെ തന്നെ തെളിഞ്ഞതാണ്. മുൻ പ്രസിഡന്റ് കൃത്യമായി പറയുന്നത് നമ്മളെല്ലാവരും വാട്സപ്പിൽ കേട്ടതാണ്. അത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. ഈ പ്രസിഡന്റും മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ UDFന്റെ ഭരണസമിതി കൃത്യമായി അറിഞ്ഞുകൊണ്ടെടുത്ത പ്ലാനിംഗ് ആണ്. അവര് ഈ കോടതിയിൽ തോൽക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് പാവപ്പെട്ട ഈ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടി. ഞങ്ങൾക്ക് പറയാനുള്ള അവരുടെ ആശങ്ക പരിഹരിച്ചിട്ട് ആ കമ്പനി തുറന്നോട്ടെ. പക്ഷെ അവരുടെ കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തിക്കൊണ്ട് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ ഒരു കാരണവശാലും ഞങ്ങളില്ല. അപ്പോൾ ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് പറയാം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം വന്ന കോടതി ഉത്തരവാണ് നടപ്പാക്കിയതെന്നാണ്. അത് 100% തെറ്റാണ്. കോടതി പറഞ്ഞിട്ടുള്ളത് P14 പറഞ്ഞിട്ടുള്ള കാര്യം പരിഗണിക്കണം, ഉചിതമായ നടപടി സ്വീകരിക്കണം. ഈ ഉചിതമായ നടപടി എന്ന് പറഞ്ഞാൽ അവിടെ കിണറുകളിൽ വിഷമില്ല എന്ന് ബോധ്യപ്പെടുത്തണം. ആ സ്ഥാപനം കാരണം വിഷം വരുന്നില്ല എന്നുള്ള ബോധ്യം ഈ പഞ്ചായത്തിനുണ്ടാവണം. ആ വിധി വരാനുള്ള കാരണം തന്നെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കരുതി കൂട്ടി കോടതിയിൽ ഹാജരാവാതെ ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കാതെ കേസ് വാദിക്കാത്തത് കൊണ്ട് പറ്റിയതാണ്. അതുകൊണ്ട് മാത്രമാണ് കമ്പനി ഉദ്ദേശമാക്കിയൊരു വിധി കിട്ടിയത്. ഇനി അതുപോലെ തന്നെ അത് വളരെ രഹസ്യമായി വെച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പോലും അറിയാത്ത രൂപത്തിൽ അവിടെ ആ ടെമ്പററി ലൈസൻസ് അനുവദിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഏത് രൂപത്തിലാണ് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതെന്നുള്ള ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞതാണ്. തെളിയിച്ചു കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആ വകുപ്പുകളും കൂടിയിട്ട് അതിനൊരു ശാശ്വതമായ നിയമപരമായ പരിഹാരം കാണണം. ആ പരിഹാരം കാണാതെ തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനോടൊപ്പം 7 ലക്ഷം രൂപ ചെലവിൽ കുടിവെള്ളത്തിനുള്ള സംവിധാനവും പഞ്ചായത്ത് ഇവിടെ ഒരുക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK സാജിദ പറഞ്ഞു. ഇന്ന് ആ കൊടുത്ത ലൈസൻസ് എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഭരണസമിതി യോഗം ചേർന്നത്. ആ തീരുമാനം തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ എന്നും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുകയുള്ളൂ. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ 7 ലക്ഷം രൂപ അവിടെയുള്ള ആളുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുന്ന സമയത്ത് അതിന് ഫണ്ട് കുറവാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചും എത്ര ഫണ്ട് ഉപയോഗിച്ചും അവർക്ക് നല്ലൊരു കുടിവെള്ളം ലഭ്യമാകുന്നത് വരെ പഞ്ചായത്ത് അവരുടെ കൂടെ ഉണ്ടാവുമെന്നാണ് അറിയിക്കുന്നത്.
നേരത്തെ മലിനീകരണം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനകൾക്കായി ജില്ലാ വികസന സമിതി യോഗത്തിലെ തീരുമാനപ്രകാരം വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി വെള്ളം ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ എതിർപ്പ് മൂലം നടന്നിരുന്നില്ല. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ സംഘത്തെ തടഞ്ഞത്. ഇപ്പോൾ ബോർഡ് യോഗം ലൈസൻസ് റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതികമായി ഇതും നടപ്പാക്കാനാവില്ല. കാലം തെളിയിച്ച രുചിസങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, TB റോഡ്, വണ്ടൂർ.